സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനം വേദികൾ സജീവമാണ്. 763 പോയിന്റുമായി കണ്ണൂർ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. വിവരങ്ങളുമായി കലോത്സവ നഗരിയിൽ നിന്ന് വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, കലോത്സവ നഗരിയിൽ ശക്തമായ കാറ്റും മഴയുമാണ് എന്നറിയാൻ സാധിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ മഴയും അതോടൊപ്പം മഴ കാണികളെയും മത്സരത്തെയും ബാധിച്ചിട്ടുണ്ടോ? വൈകിട്ടോടെ ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തം ആരംഭിച്ചത് മുതലാണ് ശക്തമായ മഴ ഈ ഒന്നാം വേദിയിൽ ഉൾപ്പെടെ ഈ കൊല്ലം നഗരത്തിൽ ശക്തമായ മഴ പെയ്തത്. അഞ്ജന സൂചിപ്പിച്ചതുപോലെ ശക്തമായ കാറ്റോടുകൂടിയ മഴയായിരുന്നു. ഒരു ഏകദേശം 10-15 മിനിറ്റോളം നേരം ഈ ശക്തമായ മഴ തുടർന്നു. പക്ഷേ ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് പോലെ നിറഞ്ഞു കവിഞ്ഞ വേദിയാണ് ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളെയും കാണാം. ഇവരൊന്നും ആ മഴയത്ത് പോലും എല്ലാവരും വേദിയിലേക്ക് അടുത്ത് നിൽക്കുക മാത്രമാണ് ചെയ്തത്. ആരും പിരിഞ്ഞു പോയില്ല. അത്രയ്ക്ക് ആവേശത്തിലാണ് കൊല്ലം നഗരം ഇപ്പോൾ ഈ കലോത്സവത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വലിയ തരത്തിൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഇപ്പോൾ ഈ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഈ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മഴ അല്പസമയം മാറി നിൽക്കുന്നുണ്ടെങ്കിലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് നിലവിൽ ഇപ്പോൾ എവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ മഴ തുടർന്നും പെയ്യാനുള്ള ഒരു സാഹചര്യം മുൻനിർത്തിയുള്ള നടപടികളും അധികൃതർ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കുറച്ചു നേരം ഈ സംഘനൃത്ത മത്സരം മഴ ഒരു പ്രതിസന്ധിയായ കാരണം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംഘനൃത്ത മത്സരത്തിൻ്റെ 2ാം ക്ലസ്റ്ററാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ജനകീയമായ കലകളിൽ ഒന്നുകൂടിയായ സംഘനൃത്ത മത്സരത്തിന് ഈ 1ാം വേദിയായ ആശ്രാമം മൈതാനി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. മഴയൊന്നും ഇവിടുത്തെ ആളുകൾക്ക് ഒരു പ്രശ്നമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഇവിടത്തേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്ത സാഹചര്യത്തിൽ കുറച്ച് ഈ സ്റ്റേജിന് പുറകിലുള്ള ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയെങ്കിലും മഴ മാറി നിന്നതോടുകൂടി വീണ്ടും അവരെല്ലാം തിരിച്ച് ഈ വേദിക്കരിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സംഘനൃത്ത മത്സരത്തിൻ്റെ 4ഓളം മത്സരങ്ങളാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. 2ാം ക്ലസ്റ്റർ ആരംഭിച്ചിരിക്കുന്നു. തുടർന്നും ആ മത്സരം തുടരാൻ പോവുകയാണ്. ഈ മഴയുടെ സാഹചര്യത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അഞ്ജന, വിജിൻ, അതായത് സംഘനൃത്ത മത്സരവേദിയിലാണ് വിജിൻ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാം. അത്ര വലിയൊരു ജനക്കൂട്ടത്തെ തന്നെയാണ് വിജിന് പിന്നിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴയൊന്നും ഒരു തരത്തിലും കലോത്സവത്തെ ബാധിക്കാത്ത രീതിയിൽ ഇത്രയ്ക്ക് കേരളം മുഴുവൻ കൊല്ലത്തേക്ക് വരുന്ന കാഴ്ചയാണല്ലേ അവിടെ കാണുന്നത്. അത്രയധികം കലാസ്നേഹികൾ കൊല്ലത്ത് തടിച്ചുകൂടിയിരിക്കുകയാണല്ലേ. തീർച്ചയായും അഞ്ജന, ഇനി ഒറ്റ ദിവസം മാത്രമേ കലോത്സവം അവസാനിക്കാൻ ബാക്കിയുള്ളൂ. നാളെയോടുകൂടി കലോത്സവം അതിൻ്റെ എല്ലാ ആവേശവും അവസാനിപ്പിച്ച് പര്യവസാനത്തിലേക്ക് നീങ്ങും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഈ കൊല്ലം നഗരം ഒപ്പം തന്നെ സംസ്ഥാനം മുഴുവൻ ഈ 62ാമത് കലോത്സവത്തെ ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മഴ പെയ്തതിന് ശേഷമുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള ഒരു നടപടികൾ JCB ഉപയോഗിച്ച് അധികൃതർ അതിനുള്ള നടപടികൾ നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പോലീസും അതുപോലെ തന്നെ NCC വളണ്ടിയർമാർ, സ്പെഷ്യൽ കേഡറ്റുമാർ ഉൾപ്പെടെയുള്ളവർ എല്ലാം ഈ വിദ്യാർത്ഥികൾക്ക് മഴയുടെ ഭാഗമായുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘനൃത്ത മത്സരം, ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരം കുറച്ചു നേരം ഈ മഴയുടെ ഒരു ശക്തമായ സാഹചര്യത്തിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് മഴ മാറി നിന്നതോടുകൂടി വീണ്ടും ആരംഭിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ഈ 2 JCB ഉപയോഗിച്ചാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട മൈതാനമായ ഈ സ്റ്റേജായ വേദി 1-ൽ ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോഴും ആളുകൾ ഈ മൈതാനം മുഴുവനായി, ആശ്രാമം മൈതാനം മുഴുവനായി തടിച്ചുകൂടിയിരിക്കുകയാണ് ഇപ്പോഴും. എന്തായാലും മഴ ഒരു പ്രതിസന്ധിയായി ഈ കൊല്ലം ജനതയ്ക്ക്, ഒപ്പം തന്നെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അതൊരു ഈ കലോത്സവത്തിൻ്റെ ആവേശം
ആഘോഷിക്കുന്നതിൽ ഒരു തടസ്സമായി മാറുന്നില്ല എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ പറയാൻ. എന്തായാലും ഈ വേദിയിൽ മാത്രമല്ല, ഞാൻ നിൽക്കുന്നത് ആശ്രാമ മൈതാനിയിലെ വേദിയാണെങ്കിലും മറ്റ് വേദികളിലും ഒക്കെ ഇത്തരത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ പഴയിടം വിളമ്പുന്ന ഭക്ഷണം കഴിക്കാനുള്ള തിരക്ക് അത് മറ്റൊരു തിരക്കായി നടക്കുന്നു. എന്തായാലും ഈ പഴയിടത്തിന് ഭക്ഷണം നൽകുന്ന സ്ഥലത്ത് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ നേരത്തെ സ്റ്റാളുകളാക്കി തന്നെ ഈ അധികൃതർ ഏർപ്പാടാക്കിയത് കൊണ്ട് തന്നെ അതിലും ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് വലിയ തിരക്കില്ലാതെ ഭക്ഷണം കഴിച്ച് പിരിയാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ 5 ദിവസത്തേക്ക് നീണ്ടുനിന്ന കലോത്സവം ഇന്ന് 4ാം ദിവസത്തിലെത്തിയിരിക്കുന്നു. നാളെ ഏകദേശം 4 മണിയോടുകൂടി മത്സര ഇനങ്ങൾ എല്ലാം പൂർത്തീകരിച്ച് അതിനുശേഷം സമാപന സമ്മേളനത്തിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും സംഘാടകർ. ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അപ്പീലുകൾ കൂടുതലായി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി അത്തരം മത്സരങ്ങളാണ് ഈ പെട്ടെന്ന് തന്നെ അപ്പീലുകളിൽ പരിഹാരം കാണാൻ കഴിയുന്ന രീതിയിലുള്ള മത്സരങ്ങളാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അധികൃതർ നേരത്തെ തന്നെ നമ്മളുമായി സംസാരിച്ചപ്പോഴൊക്കെ പങ്കുവെച്ചത്. എന്തായാലും മഴയൊരു തടസ്സമല്ല. മഴ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ പോലും ആളുകൾ ഇങ്ങോട്ടൊഴുകുന്നു. ഈ കല ആസ്വദിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു ആവേശം ഇപ്പോഴും കെട്ടടങ്ങാതെ തുടരുകയും ചെയ്യുന്നു. ശരി, വിജിൻ വായന്തോടാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്.